കാണുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബറിനോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ചൂടുവെള്ളം ചോദിച്ചപ്പോൾ ഇത്ര എഫക്റ്റ് ഉള്ള ചൂടുവെള്ളം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. എക്സ്പ്രഷൻ ഇട്ട് മരിക്കാതെ എങ്ങനെയാണെന്ന് പറയാം. കാട്ടിലൊരു കുരങ്ങ്. Parvati, why are you complaining about the cold? And why are you wearing sunshades? We are not wearing sunshades. Hello guys, welcome back to my YouTube channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായി ഞാൻ ഇൻ കേസ് ലീവിന് വന്നാൽ പോലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഭയങ്കര കുറവാണ്. ലൈക്ക് വീടിന് പോക്കിൽ മാത്രമല്ല, അല്ലാതെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഭയങ്കര കുറവായിരുന്നു. കറങ്ങാനൊന്നും പോയില്ലായിരുന്നു. അപ്പം ഇന്ന് എത്തോടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞ് ഇന്ന് നമ്മളൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2-3 ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് കന്യാകുമാരി, പിന്നെ പൊന്മുടി, തെന്മല. അപ്പം അതിന് നമ്മൾ വിചാരിച്ചു തെന്മല പോയിട്ട് വരാൻ. കാരണം ഇവിടെ ഒരു 1.5 hours മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചേട്ടനുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഓൺ ദ വേ ആണ്. ഇപ്പം ജസ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് ചെയ്യാം. അങ്ങനെ തെന്മലയെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ഈ ജഡൈപ്പാറയിലോട്ടാണ് പോയത്. അപ്പം ഞങ്ങളുടെ ഒരു കസിനും ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു. അവളും കൂട്ടി ഞങ്ങൾ ആദ്യമേ ജഡൈപ്പാറയിലോട്ട് പോയി. കൊല്ലം ടു ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് തന്നെയാണ്. അങ്ങനെ ജഡൈപ്പാറയിൽ പോയി. കുറച്ച് കത്തിയാണ് സംഭവം. കാരണം പെർ ഹെഡ് ഓൾമോസ്റ്റ് 800 rupees എന്നാണ് അവർ വാങ്ങുന്നത്. അത് കൂടാതെ നമ്മൾ സ്റ്റെപ്സ് കയറുമല്ല, കേബിൾ കാറിലാണ് പോകുന്നതെങ്കിൽ വീണ്ടും ഒരു 600 സംതിങ് 3 പേർക്ക് 600+ എന്തോ ആവും. അപ്പം അങ്ങനെ നമ്മൾ കേബിൾ കാറിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങാണ്. മുടിഞ്ഞ തിരക്കാണ്. സ്കൂൾ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറി ഗൈസ്. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് നല്ല കോമഡി. ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ പിള്ളേരുണ്ടെന്ന്. അപ്പം തമിഴ്നാട്ട് ചെന്നൈ ഏരിയയിൽ നിന്ന് വന്ന സ്കൂൾ പിള്ളേരായിരുന്നു. ഇതിനകത്ത് ഒരു മിസ്സ് ഒരു സാർ 2 പിള്ളേരും കൂടെ കയറിയതാണ്. മിസ്സും ഈ പിള്ളേരൊക്കെ മുടിഞ്ഞ ഇംഗ്ലീഷ്. വണ്ടിയിലൊക്കെ ഇങ്ങോട്ട് കേബിൾ കാറിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള പുകയിൽ നിങ്ങൾ കാണണമായിരുന്നു. അത്രയ്ക്കും നല്ല കോമഡി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കയറുമ്പോൾ തൊട്ട് ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. കേബിൾ കാർ കയറി കഴിഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ദേ കണ്ടോ. ஏறனோட மழை நினைச்சேன் நானு. இவ்வளவு தூரம் ஒரு தெரிஞ்சிருந்தா நாளைக்கு அம்மா பயமா இருக்கிற അപ്പം നിങ്ങൾ ബഹളം മുക്കിൽ കേട്ടല്ലോ അല്ലേ? പക്ഷെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിലൊക്കെ കയറി അങ്ങ് മേളിൽ വരെ എത്തി ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഞങ്ങൾ നോക്കുമ്പം താഴെ കൂടെ ഒക്കെ ആൾക്കാർ ഈ 2000 സ്റ്റെപ്സ് കയറി വരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. അത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. അങ്ങനെ ഞങ്ങൾ മേളിലെത്തി ഗൈസ്. ഇതാണ് നമ്മുടെ ജഡൈപ്പാറയുടെ ഏറ്റവും ടോപ്പ് സൈഡെന്ന് പറയുന്നത്. അപ്പം ഇത് പോയിട്ടുള്ളവരും ഉണ്ടാവും, പോകാത്തവരും ഉണ്ടായിരിക്കും. അപ്പം ശരിക്കും വെയിലില്ലാത്ത സമയത്ത് പോകുന്നതാണ് നല്ലത്. ഞങ്ങളെപ്പോഴൊക്കെ ഈ പൊരിഞ്ഞ വെയിലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി അവസ്ഥയാവും. പക്ഷേ എന്നാലും വെയിലില്ലാത്തതാണ്, നല്ല കാറ്റും കാണും. ഇപ്പോൾ കാറ്റുണ്ട്, എന്നാലും വെയിലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ബാക്കി കാണാം. പെങ്ങളെ കിട്ടിയ ശ്രീധന തുക തരുമോ അളിയാ? Parvati is not liking this beautiful Jadaipara. She is a narcissist. She do not like anything. She is saying that Jadaipara is not good. She is saying that she have much bigger Jadayus in Kollam. Sorry, in Alappuzha than Kollam. She is saying that there are much beautiful things in her Alappuzha than Kollam. Here it's too much cold. She is complaining about the cold, Parvati. Parvati, why are you complaining about the cold? And why are you wearing sunshades? We are not wearing sunshades. Get lost, man. Get lost? Okay, then let me take your mobile as well. Tata, bye-bye. Bye, See you. Bye. It's damn cold here, right, Parvati? So, if you guys are asking what you are seeing, they are practicing martial arts. It's a new form of martial arts. This is the moment when somebody attacks and they... എൻ്റെ എല്ലാ സബ്സ്ക്രൈബറിനോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. വായിക്കാത്തോട്ട് കയറിയതാ. Again they started practicing and yeah, I believe this is a form of disease which is obviously spreading nowadays and there is no cure for this. ഇങ്ങനെയുണ്ട്. എത്ര രൂപ 3 നാരങ്ങാളത്തിന്? വെറും 110 രൂപ.
അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ് ഗൈസ്. ഈ ക്യാമറമാൻ അവിടെ, മോഡൽ അവിടെ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. ഞാൻ കുറേ വെയിൽ കൊണ്ടു, ആവശ്യത്തിലധികം. എനിക്കിനി വെയിൽ കൊള്ളാൻ ഇല്ല. ഞങ്ങൾ തെൽമലേ പോകാമെന്ന് പറഞ്ഞ് ആദ്യമേ ചേട്ടായി പറയിലോട്ട് ഗൈസ് വന്നത്. കറങ്ങുന്ന വീൽ, ഓടി വരുന്ന കേബിൾ കാർ, വാ പൊളിച്ചിട്ടടച്ചേട്ടൻ. അപ്പോൾ ഗൈസ് ഹാളും ബഹളവും ഒന്നുമില്ലാതെ ഞങ്ങൾ 3 പേരുമായിട്ട് താഴോട്ട് കേബിൾ കാറിൽ ഇറങ്ങി. അങ്ങനെ അതിന് താഴെ വരുമ്പോഴത്തേക്കും ചെറിയൊരു മോൾ സെറ്റപ്പ് പോലെ അവിടെ കുറേ ഈ പൈസ പിടിക്കാൻ വേണ്ടി കുറേ സംഭവം ഇങ്ങനെ എറിഞ്ഞ് വീട്ടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും കിട്ടില്ല, വെറുതെ. അതിന് ശേഷം ഞങ്ങൾ 12D ഷോയ്ക്ക് പോയി. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ റൈഡർ 12D ഷോ ഉണ്ടല്ലോ, അത് നൈസായിരുന്നു. പിന്നെ അവിടെ ചുമ്മാ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ട് എന്നാൽ എടുക്കുന്നില്ല, ആ ഒരു സ്കീമിൽ നടന്നു. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഈ എറിയുന്ന സംഭവം വീണ്ടും കണ്ടു. അപ്പോൾ ദൈവനെ അതൊക്കെ എന്ന് പറഞ്ഞ് ഏട്ടൻ ദൈവനെ കൊണ്ട് ഇടിക്കാൻ പോയതാണ്. ഇതിൻ്റെ ടെക്നിക്ക് വെച്ച് ആരെങ്കിലും കളിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മോരുകടയായിട്ട് കണ്ടു. മോരുകടയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ. അപ്പം തന്നെ ഞാൻ വീണു, ചാടി കയറി വാങ്ങിച്ചു. നല്ല സുഖമില്ലേ? ശരിക്കും ഉണ്ടോ? എങ്ങനെയുണ്ട് മാങ്ങ? കാണിച്ച കവർ കാണിച്ച. ഓക്കെ. സുരേഷ് ചിരിക്കും. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നതിന് ശേഷം നമ്മൾ കുറേ കട അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ഒരു കട കിട്ടി. അവിടെ നല്ല ഐറ്റംസ് ഒക്കെ ആണെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടുവെള്ളം ചോദിച്ചപ്പോൾ ഇത്ര എഫക്റ്റ് ഉള്ള ചൂടുവെള്ളം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. എന്താ നൂറ്റൊന്നല്ലേ? ആ 101 ഇനി മേലെ ചൂടുവെള്ളം ചോദിക്കരുത്. എങ്ങനെയെന്ന് പറയണേ? എക്സ്പ്രഷൻ ഇട്ട് മരിക്കാതെ എങ്ങനെയാണെന്ന് പറ. ഓക്കെ, സെറ്റ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളുടെ ഫുഡും വന്നു. അടിപൊളിയാണെന്നും പറഞ്ഞൊക്കെ ഓർഡർ ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ യാത്ര നേരെ തെന്മലയ്ക്കോട്ട് വിട്ടു ഗൈസ്. എന്നിട്ട് അവിടെ ചെന്നത് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് തെന്മലയുടെ എക്കോ ടൂറിസത്തിലോട്ട്. അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. അവിടെ എനിക്ക് തോന്നുന്നു ഒരാൾക്കും ഇതുപോലെ തന്നെ 400 സംതിങ് എന്തോ ആണ്. അങ്ങനെ നമുക്ക് കുറേ പാക്കേജസ് ഉണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് അഡ്വഞ്ചർ സോൺ മാത്രമാണ്. അങ്ങനെ അഡ്വഞ്ചർ സോണിലോട്ട് പോയി ഗൈസ്. കാട്ടിലൊരു കുരങ്ങിയല്ല, റൈറ്റ് അവിടെ ചെന്ന് ചാടാനാ പറഞ്ഞത്. നീ സ്റ്റെപ്പ് കയറുമ്പോ ഞാനും കൂടെ കയറാം. ഫോട്ടോ എടുക്കണം. ലൈറ്റുകളും ഇങ്ങോട്ട് നോക്കൂ. ഒരിത്തിരി സ്റ്റെപ്പുകളെന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റെപ്പ് ഞങ്ങൾ കയറി. സൺകിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിൽ ഗ്ലോ തന്നെ കാണിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ മലയൊക്കെ ചാടി അവസാനം അവിടെ എത്തി. നമ്മളിപ്പോൾ കാണുന്നത് അനിമൽ പ്ലാനറ്റ്. നീ അവിടെ നിന്ന് ചാടിക്കോ, അതേ ഉള്ളൂ. ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും. നീ എവിടെയാണ്? എന്തോ രണ്ട് വിട്. അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് കറങ്ങല്ലോ. പതുക്കെ പിടിച്ചോ, പതുക്കെ നൈസ് പിടിച്ചോ. ഏത് മലനിര? അങ്ങ് ദൂരെയുള്ള മലനിര. ഇതോ അങ്ങ് ബോട്ടിംഗ്. 3 കപ്പൽ. കപ്പിളല്ല, ആപ്പിള്.
മലനിരകൾ സൂം ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാ വന്നത്? ആദ്യമേ ശരിക്കും നമ്മൾ എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കൂ പാച്ചു, ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ തെന്മലയോട് വിട പറഞ്ഞിരിക്കുകയാണ്. ദേഹം വയ്യ, കാലും വയ്യ, കയ്യും ആവശ്യത്തിലധികം വെയിലും വന്നു. അതെ അതെ. അപ്പം അല്ല അതുകൊണ്ട് ഇതോടുകൂടി നമ്മുടെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ബൈ.